പഞ്ചാബിലും ജമ്മുവിലും രാജസ്ഥാനിലും തിരിച്ചടിച്ച് ഇന്ത്യൻ സൈന്യം. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് എണ്ണി ഇന്ത്യ പകരം ചോദിച്ചു. ഇസ്ലാമാബാദ്, കറാച്ചി, ലാഹോർ, സിയാൽകോട്ട് എന്നിങ്ങനെ പ്രധാന പാക് നഗരങ്ങൾ ഇന്ത്യയുടെ വ്യോമാക്രമണത്തിൽ നിന്നുവിറച്ചു. പാക് സേനയുടെ തിരിച്ചടിയിൽ ഒന്നിനു പിന്നാലെ ഒന്നൊന്നായി പാക് ഡ്രോണുകളെ ഇന്ത്യൻ സൈന്യം തകർത്തെറിഞ്ഞു. മെയ് 7-നും 8-നും പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് ഒരാക്രമണ പരമ്പരയാണ് പാകിസ്ഥാൻ അഴിച്ചുവിട്ടത്. വടക്കൻ പടിഞ്ഞാറൻ ഇന്ത്യയിലെ 15 നഗരങ്ങളെ ലക്ഷ്യം വെച്ച ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ. പാകിസ്ഥാന്റെ മിസൈൽ ആക്രമണങ്ങളിൽ ഇന്ത്യക്ക് കവചമായത് സുദർശൻ ചക്ര എന്ന് വിളിപ്പേരുള്ള S-400 മിസൈൽ സിസ്റ്റം. ഇന്ത്യയുടെ സുദർശൻ ചക്രയ്ക്ക് മുന്നിൽ പാകിസ്ഥാൻ മുട്ടുമടക്കി. വളരെ വലിയ പ്രദേശത്ത് തുടർച്ചയായതും ഫലപ്രദവുമായ വ്യോമ പ്രതിരോധ സംവിധാനം ഒരുക്കുവാനുള്ള ശേഷിയുള്ളവയാണ് S-400 മിസൈൽ സിസ്റ്റം. റഷ്യൻ നിർമ്മിതമായ ഈ വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഇന്നലെ രാത്രി മുതൽ ഇന്ത്യക്ക് സൂപ്പർ കവചമായത്. ഇന്ത്യയിൽ എത്തിച്ച ശേഷം കൂടുതൽ മാറ്റം വരുത്തിയാണ് ഇതുപയോഗിച്ചത്. അതേസമയം ജമ്മു കാശ്മീരിലെ സാംബയിൽ ഭീകരവാദികളുടെ നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തി ഇന്ത്യൻ അതിർത്തി കാത്തു സംരക്ഷിച്ച് അതിർത്തി രക്ഷാസേന. ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. അന്താരാഷ്ട്ര അതിർത്തി കടക്കുവാൻ ശ്രമിച്ച ഭീകരരെ BSF വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. എന്നാൽ അടികിട്ടിയിട്ടും പ്രകോപനവുമായി പാകിസ്ഥാൻ വീണ്ടും എത്തിയിട്ടുണ്ട്. ഇതോടെ ഏറ്റുമുട്ടൽ കൂടുതൽ വ്യാപിപ്പിക്കുവാനാണ് ഇന്ത്യയുടെ തീരുമാനം.